എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പല വീഡിയോയുടെയും കമന്റിന്റെ അകത്തുണ്ട് ബ്രോ അങ്ങനെ ഒരു വർഷത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ എങ്കിൽ ഞങ്ങൾക്ക് വിട്ട് തന്നിട്ട് പണിക്കാരെല്ലാം വീട്ടിൽ പോയി. ഞാൻ ഹെഡ്, നീ 1 രൂപ, നീ ടെയില്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം, അതായത് എ സി വെക്കണം എന്നുള്ള പ്ലാനുകൾക്ക് ശേഷം ഇന്ന് ലാസ്റ്റ് അത് സംഭവിക്കാൻ പോവാണ് ഗൈസ്. വണ്ടി വന്നിട്ട് കറക്റ്റ് 1 വർഷം ആവാൻ പോവാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബസ്സിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതായത് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി വന്നിട്ട് പിന്നെ കാണാൻ പോയില്ല. അപ്പോൾ ഇന്ന് അവന്മാർ പോയി നെയിം ബോർഡൊക്കെ ഒട്ടിച്ച് ഗ്ലാസ് എല്ലാം മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി ഇന്ന് വണ്ടി ഒന്ന് കണ്ട് പോയെന്നല്ല, വണ്ടി ഇപ്പോൾ ഓൾറെഡി ഏറ്റുമാനൂരോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്തിനാണ് എ സി വെക്കാൻ വേണ്ടി പോകുന്നത്. ജിങ്കിയിലാണ് നമ്മൾ എ സി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പല വീഡിയോയുടെയും കമൻറ്റിൻ്റെ അകത്തുണ്ട് ബ്രോ എ സി വെക്കണം എന്ന് പറഞ്ഞ കമൻറ്റ് ഇടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരുമ്പോഴേ, അത് നോർമലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, വണ്ടി വരുമ്പോഴേ കൊണ്ട് എ സി വെക്കുകയാണ് നോർമലി എല്ലാവരും ചെയ്യുക. പക്ഷേ നമ്മൾ ആദ്യം അന്ന് ഗുരുവായൂർ കൊണ്ട് പൂജിക്കേണ്ടത് കൊണ്ട് നമ്മൾ നേരെ ഇങ്ങ് പോന്നു. ഗുരുവായൂർ കൊണ്ട് പൂജിക്കാൻ വേണ്ടി നേരെ ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ വിചാരിച്ച് നമുക്കിവിടെ നമ്മുടെ നാട്ടിലൊക്കെ വന്നൊന്ന് പൂജിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു കൊണ്ട് എ സി ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്ലാനിലാണ് നമ്മൾ തിരിച്ച് നാട്ടിൽ വണ്ടി കൊണ്ടുവരുന്നത്. ഫസ്റ്റ് നാട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് എ സിക്ക് കൊണ്ടുപോകാം. ആദ്യത്തെ വരവ് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പിന്നെ എ സിക്ക് കൊണ്ടുപോകാന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ ഇരുന്നത്. നോർമലി എല്ലാവരും വരുന്ന വഴിക്ക് ജിങ്കിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് എ സിയും കൂടെ കയറ്റിയിട്ടായിരിക്കും കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ആ ടൈമിൽ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കൊണ്ട് കയറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് സ്പെക്ട്രയിൽ ഗ്യാപ്പ് വന്നു. പെട്ടെന്ന് തന്നെ കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ സ്പെക്ട്രയെ കയറ്റി. അത് കഴിഞ്ഞ് ഓരോരോ വർക്കുകളായി. വർക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ ഓട്ടങ്ങളായി. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ഓട്ടോ ആയി. ഇടയ്ക്ക് ഗ്യാപ്പൊന്നും കിട്ടുന്നില്ല. പിന്നെ കൊണ്ടിടണം എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ഓട്ടം ഫില്ലിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേഷൻ വോക്കല്, അത് പരിപാടി, ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നീണ്ടു പോയൊരു കാര്യമാണ് ഈ ഒരു എ സി വെക്കല്. അങ്ങനെ ഫൈനലി നമ്മൾ എന്തായാലും ഇന്ന് എ സിക്ക് വേണ്ടി വണ്ടി കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വിഷ്ണുവും അമലും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂരേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ ഏറ്റുമാനൂരേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, എറണാകുളം വരെ പോകണ്ട, പെരുമ്പാവൂർ അടുത്ത് എവിടെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് പ്രോപ്പർ സ്ഥലം അറിയത്തില്ല, അത് പോയി നോക്കണം. അപ്പം വേറൊരു കാര്യം, എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇന്ന് വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഒഫീഷ്യലി നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാമല്ലോ വണ്ടി ഓടിക്കുന്നതൊക്കെ. അപ്പോൾ ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി വരുന്നത് കാണാം. എവിടെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ഇനി അവന്മാരെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ നോക്കട്ടെ, ഞാൻ എന്തായാലും അവന്മാരെ ഒന്ന് വിളിക്കട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ഏറ്റുമാനൂരെത്തി. ആണോ? അതുകൊണ്ടല്ലേ ഫ്രൂട്ട് സലാഡൊക്കെ മേടിച്ചോണ്ട് വരുന്നേ. അതിനാ അതെന്നാ ഇന്നിപ്പോ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ കേറ്റായിരുന്നോണ്ട് ഇപ്പം കേറ്റാതിരുന്നോണ്ട് ഇപ്പം 4 ലക്ഷം 25,000 രൂപ ലാഭിച്ചില്ല നമ്മള്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ 25,000 രൂപക്കാലും കൂടുതൽ രൂപയുടെ ഓട്ടം കളഞ്ഞിട്ടില്ലേ? കാര്യം പറയടാ, നീയൊക്കെ വന്നോ? ഒന്ന് ഹോൺ അടിച്ചേ. അത് ഞാൻ കേട്ടില്ലല്ലോ. അല്ല, ഇപ്പോഴും കേട്ടില്ല, ഫോണിൽ കേട്ടു. അലൈൻമെന്റ് ചെയ്തില്ലായിരുന്നോ കഴിഞ്ഞ ഇടയ്ക്ക്? തിരിഞ്ഞു നോക്ക്, പുറകോട്ട് നോക്ക്. എടാ നീ ലൈലാൻഡ് എവിടെ ഉണ്ട്? ഞാൻ വണ്ടി കണ്ടില്ലല്ലോ. അകത്താണോ ഇട്ടേക്കുന്നേ?
കണ്ടോ കണ്ടോ കണ്ടോ? ഓ ചെറുക്കന് ഇനി മോളിൽ നിന്ന് ഇങ്ങനെ മുഴച്ചിരിക്കും അല്ലേ? അങ്ങോട്ട് എടുത്തോണ്ട് വരാ. കണ്ണൊക്കെ കണ്ടോ വണ്ടിയുടെ? അയ്യോ എത്ര ദിവസമായി കണ്ടിട്ട് ചെറുക്കനെ. പേരൊന്നും ഇല്ല ഇപ്പൊ. സ്പൂണുണ്ട്. നീ എവിടെ പോവാ? ഇതെങ്ങാണ്ടൊന്ന് ലാഭത്തിൽ കിട്ടിയപ്പോ മേടിച്ചല്ലടാ. എടാ സ്നേഹം വേണം, സ്നേഹം. അതെ അതെ. വാ ഇരുന്ന് കഴിച്ചിട്ട് പോ. നീ അത് ഓടിച്ചോ. ഏത് രസം അടിക്കാൻ പോയി? ഇനിയിപ്പൊ ലൈസൻസ് കിട്ടില്ല. പോയിട്ട് വന്നാ മതി. അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ ഫ്രണ്ടൊക്കെ പെയിന്റ് അടിച്ച് ഫ്രണ്ടൊക്കെ നല്ല വെളുത്ത വെള്ളപ്ര എന്നാ കാക്ക കുറിയോ? ഓ ഷിറ്റ്. പെയിന്റ് അടിക്കാൻ നോക്കിയെന്ന് കള്ളപ്പാ കാക്കയ്ക്ക് തൂറാൻ. അയ്യോ ദൈവമേ, അതിനെന്തോ ടോപ്പ് ലൈറ്റ് എല്ലാം മാറ്റി, ഗ്ലാസ് എല്ലാം ലൈറ്റ് എല്ലാം മാറ്റി, ഫ്രണ്ടൊക്കെ ഫുള്ള് നമ്മൾ റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി. ഇനി നമ്മൾ നേരെ പോകുന്നത് AC കയറ്റാൻ. ഓ ആ നെയിം ബോർഡ് പോയപ്പോ തന്നെ എന്നെ വെളിച്ചതല്ലേ. അതിന് വലിപ്പം കൂട്ടി. കൂളിങ്ങോ? വലിപ്പം കൂട്ടി. എന്നത് നമ്മള് പഴയ പേരിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഇറക്കി പിടിച്ചിട്ടുണ്ട്. എടാ കാണത്തില്ലടാ. നീ കാണത്തില്ല, ഞാൻ കാണാം. എന്റെ ഗണപതിനെ എന്ത് ഇവിടെ വെച്ചേക്കുന്നത്? ഇനിയിപ്പോ ആ യു ലൈറ്റ് എല്ലാം വെച്ചിട്ട് വെക്കാം അല്ലേ? അങ്ങനെ നമ്മൾ എറണാകുളം എത്തി. ഒരു വർഷം കൊണ്ട് ഇങ്ങോട്ട് എത്തണമെന്ന് പറഞ്ഞിട്ട് എത്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അവസാനം നമ്മൾ എത്തി ഗൈസ്. ഏതൊക്കെ വണ്ടി കിടപ്പണമെന്നൊന്നും അറിയത്തില്ല. കൂടുതലും എല്ലാം പുത്തൻ വണ്ടി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വണ്ടി എടുക്കുക, നേരെ കൊണ്ട് AC കയറ്റിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ AC. സെക്യൂരിറ്റിക്കാരൻ എന്തോ പറയുന്നുണ്ട്. കുറച്ച് ഇറക്കിട്ടോ ഫോൺ. അങ്ങനെ ഒരു വർഷത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ AC കയറ്റാൻ വന്നിരിക്കുകയാണ് ഗൈസ്. വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോ ഇത് ആരും ഊരും? അവര് പറയുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന പെട്ടികളെല്ലാം നമ്മൾ അഴിക്കണമെന്നാണ്. ഒന്നോടെ വരേണ്ടി വന്നേ. ഇതിൻ്റെ അകത്തുള്ള എല്ലാം അഴിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് അവര് പറയുന്നത്. എത്രയുടെ പോരെ?
ചിലപ്പോൾ അത് ഊരണമായിരിക്കും, ഇതിലായിരിക്കും ഇറക്കി വെക്കുന്നത്. മനസ്സിലായോ? ഉള്ള ഗ്യാപ്പിലെല്ലാം കുത്തിക്കേറ്റി വെച്ചോളൂ. എന്നിട്ട് ഏത് ബോക്സ്? എല്ലാം നമ്മുടെ തന്നെ ഉള്ളോണ്ട് എവിടെ വെക്കും? AC വേണം. AC വേണോ വോക്കൽ വേണോ? ഇപ്പൊ പറ. അത് എഞ്ചിനല്ലടാ. പെട്ടികൾ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് പറഞ്ഞു ഒരു കാര്യം ഇതിൻ്റെ അകത്തിന് ഒരുപാട് നമുക്ക് കഴിക്കാനുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വണ്ടി അകത്തോട്ടെടുത്ത് സാവധാനം കഴിച്ചാൽ മതി, കുഴപ്പമില്ല, വണ്ടി അകത്തോട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നമ്മൾ അകത്ത് കയറ്റി. ഇതാണ് ജിങ്കി, അതായത് നമ്മുടെ ഇപ്പം ട്രാവലർ, അതേപോലെ ബസ്സുകൾ, ഇതിൻ്റെ എല്ലാം AC കയറ്റുന്ന ഇവരാണ്. ഇതിൻ്റെ AC സെക്ഷൻ മൊത്തം ഒരു ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. അത് ജിങ്കി AC കയറ്റിയാലേ വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഉള്ളൂ എന്ന് വരെയാണ് ആൾക്കാർ പറയുന്നത്. അത് ഇവരുടെ സർവീസ് ക്വാളിറ്റി അതൊക്കെ കൊണ്ടാവാം. അപ്പം നമ്മൾ വണ്ടി ഓൾറെഡി ഇപ്പം അകത്ത് കയറ്റി ഇനിയും പെട്ടികൾ അഴിക്കാനുണ്ട്. അകത്തെ ബോക്സ് എല്ലാം അഴിക്കണം. അപ്പോൾ അവർക്ക് റിസ്ക് കൂടുതലായതുകൊണ്ട് അവരഴിക്കത്തില്ല. അപ്പം നമ്മൾ തന്നെ ഇത് അഴിക്കണം. അപ്പോൾ ഇനി വണ്ടിക്കടി കയറി നമുക്ക് കുറച്ച് പരിപാടി, അതായത് ഇവർക്ക് ഇത്രയും റിസ്ക് ഒന്നും വരുന്നതല്ല. നോർമലി ഇവിടെ കിടക്കുന്ന എല്ലാ ഇതുണ്ടോ TP വണ്ടിയാണ്, കൂടുതലും വരുന്നത് TP വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതിപ്പം പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ AC കംപ്രസറും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഈ കംപ്രസറൊക്കെ വെക്കുന്നിടത്ത് നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഊരിയെടുക്കണം. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെക്കേണ്ടത്. നമ്മുടെ ഈ ഗ്യാപ്പിലെല്ലാം ചെറിയ സ്പീക്കേഴ്സൊക്കെ വെച്ച് നമ്മൾ നിറച്ച് വെച്ചേക്കുക. അതിനുവേണ്ടി ഇതെല്ലാം മൊത്തം അഴിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വേണ്ട. ഇതാണ് AC കംപ്രസർ കാര്യങ്ങൾ. ഇവിടെയാണ് അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചെവിയെടുത്ത് മോളിക്കും. അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വണ്ടിയിലുള്ളതെല്ലാം അഴിച്ച് കൊടുക്കണം. ലിങ്കി പണിക്കെടുത്തോണ്ട് വന്നു. ഇവിടെ പണിക്കെടുത്തോടാ, ഇവിടെ പണിക്കെടുത്തോ. അവസാനം ഊരി കാര്യം വെട്ടി മൊത്തം ഊരി. എൻ്റെ ചെറുക്കൻ കടന്ന് പണിയെടുക്കുക. വിവി കമ്പനിക്കകത്തോട്ട് പറഞ്ഞോടാ. ഇവൻ തന്നെ ഓരോന്ന് കയറ്റും, ഇവൻ തന്നെ ഓരോന്ന് കഴിക്കും. അതിൻ്റെ പരിപാടി. എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിമിഷത്തിൽ? പിന്നെ അവൻ പൊത്തി കയറുവാണ്. പിന്നെ അകത്ത് വേറൊരു വള്ളിയിൽ നിന്നുണ്ട്. ഇതാ നമ്മുടെ ഫുൾ സ്പേസും അയച്ചു. ഇതാണ് ഈ പൈപ്പാണ് പോകുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് എല്ലാം അഴിക്കണം. ഇതൊക്കെ AC എന്തോ സാധനങ്ങളാണ്, അതിൻ്റെ പുറയിലാണ് ബോക്സ് എല്ലാം അടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ബോക്സ് എല്ലാം ഇതും അഴിച്ചു കൊടുക്കണം അവർക്ക്. ഇത് അഴിച്ചു കൊടുത്തത് ഈ ഡ്രെയിനേജിൻ്റെ പൈപ്പ് പോകാനായിട്ടുള്ള വയറിങ് പരിപാടികൾ ഫുൾ അഴിക്കണം ഗൈസ്. ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വണ്ടി എടുക്കുന്നതിന് മുന്നേ എടുത്ത് കഴിയുമ്പോഴേ കൊണ്ട് AC കയറ്റണം. അടുത്ത് ഇനി ചെറിയ പെട്ടികൾ നമുക്ക് കഴിക്കാനുണ്ട്. പെട്ടികളുടെ എണ്ണം ഒന്നും കാണിക്കുന്നില്ല.
സമൂസയും ഉഴുന്നോടെയൊക്കെ എന്തി അടിക്കാറുണ്ട്. അതിന് എടുത്തിട്ടാ നമുക്ക് ഇവിടെ ചില്ല അതിന് പന്നെ ഞാൻ പോയി ഇവിടെ ഒന്നും അടുത്ത് കടയില്ല. ഞാൻ അവിടെ വരെ പോയി അറിയാമോ? നമ്മൾ മറ്റേ എറണാകുളം വരുന്ന വഴിക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി വന്നപ്പോഴേ പണി തുടങ്ങി ചേട്ടന്മാര്. നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞേ? നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞേ? എല്ലാം അഴിക്കുക, വെച്ചതെല്ലാം അഴിക്കുക. ഇരട്ടി പണിയാണ്. പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. ഇത് ഇവിടുത്തെ ജിങ്കിലെ സ്റ്റാഫാണ് കേട്ടോ അടുത്ത വണ്ടി എടുത്ത് AC-യുടെ കാശ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി മേലെ ഇനി വണ്ടി എടുത്ത് കഴിഞ്ഞാൽ AC കയറ്റാതെ പോവോ? അമ്പലത്തിൽ പൂജിക്കണം. വേറെന്തൊക്കെയാ? ഗുരുവായൂർ പോകുന്നു, പിന്നെ പൂജിക്കുന്നു, പിന്നെ AC കയറ്റാൻ വരുന്നു, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ AC കയറ്റാൻ വരുന്നു. ഓരോന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അടച്ചിട്ട് വീട്ടിൽ പോകണ്ടതാ. പെട്ടെന്ന് അയച്ചാൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകാം. അവനൊന്നിപ്പോ അതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ. ശുദ്ധമായി ശ്വസിക്കട്ടെ. അങ്ങനെ സമയം ഏകദേശം 9 മണിയാവാറായി. ജിങ്കി ഞങ്ങൾക്ക് വിട്ട് തന്നിട്ട് പണിക്കാരെല്ലാം വീട്ടിൽ പോയി. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം സാധനങ്ങളെല്ലാം അഴിച്ചു വെച്ചു, എല്ലാം ഡിക്കി കയറ്റി അവർ പണി നിർത്തിയിട്ട് പോയി. ഇനിയിപ്പം നാളെ കിട്ടുമോടാ വണ്ടി? നാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇരട്ടിപ്പണി കുറച്ച് പരിപാടികൾ ഉള്ളത് കൊണ്ട് ഇനി എന്താവും എന്നറിയത്തില്ല. എന്നാലും അവർ നാളെ തന്നെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അവിടെ ആ ടോപ്പിലെ ഒരു ലൈറ്റ് ആ സ്ട്രിപ്പ് വേണ്ട അവിടെ എങ്ങാണ്ട് ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോഴത്തേക്കിന് ഒരു സ്ട്രിപ്പ് കത്തുന്നില്ല. ഒരു സ്ട്രിപ്പ് മീൻസ് അതൊന്നേ റെഡിയായി. എടാ അവിടെ ഒരു ഫില്ലിങ് ഇല്ലായിരുന്നു ആ യെല്ലോടെ അവിടെ. അവിടുന്ന് മേടിക്കാം. പാം ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ തൂത്തിട്ടൂടെ പോകാനാണോ? അപ്പോൾ നാളെ വണ്ടി നമുക്ക് AC വെച്ചിട്ട് കാണാം. നാളെ ഞാൻ വണ്ടി എടുക്കാൻ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പറ്റിയില്ലെങ്കിൽ നമ്മുടെ വ്ളോഗ് ഇവിടം വരെ ഉണ്ടാവുള്ളൂ. വണ്ടി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ AC-യുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ ഗായ്സ്, സ്റ്റേ ട്യൂൺഡ്. എടുക്കുന്നുണ്ടോ? നീ എടുക്കും. തീരുമാനം ഉണ്ടാക്കാനും ടോസ് ഇട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള അല്ലേ? അല്ലല്ല, അത് ഞങ്ങൾ രണ്ടും. എന്നിട്ട് അത് ജയിക്കുന്നവരായിട്ട് നിങ്ങൾ രണ്ടും അത് ലാസ്റ്റ് പോകുന്നവന് വണ്ടി കൊടുക്കണേ. ലാസ്റ്റ് എങ്ങനെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? എടാ ആദ്യം 2 പേര്. നീ ഏതാ? അതിൽ നിന്ന് ഔട്ടായി പോകും. നീ ഏതാ? ഞാൻ ഹെഡ്. 1 രൂപ. ഞാൻ 1 രൂപ. ഞാൻ 1 രൂപ. ഞാൻ ഹെഡ്. നീ 1 രൂപ. നീ ടെയില്. 1 രൂപ. നിങ്ങൾ 2 പേര്. അല്ല ഇതുമായിട്ട് വരുന്നതിനായിട്ട് ഫൈനൽ ഉണ്ട്. എങ്ങനെ? അതിന് അപ്പൊ എനിക്ക് ഇതിപ്പോ എനിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിലോ? ഞാൻ കേട്ടോ, ഞാൻ ഓൾറെഡി ഔട്ടായി. ഇനി നിങ്ങൾ 2 പേര് ലൂസേഴ്സ് ഫൈനൽ കറങ്ങണേ. വേണ്ട 1 രൂപയാണോ മറ്റാണോ വേണ്ട? ഇനി ഉണ്ട്. നല്ല രീതിയിൽ കറങ്ങണം. കറങ്ങിയില്ല ഉടായില്ലേ? എന്നത് നിനക്ക് ഏതാ കണ്ട്? എനിക്ക് 1 രൂപ ഉള്ള സൈഡ്. 1 രൂപ ഉള്ള സൈഡ്. 1 രൂപ ഉള്ള സൈഡ് വീണ നിക്ക് 1 രൂപ ഉള്ള സൈഡ് വീണ നീ ഓടിക്കും. അല്ല അതെ എനിക്ക് 1 രൂപ പറഞ്ഞാലായിരിക്കണം. 20 കിലോമീറ്റർ ഞാനേ
ഫൈനലി താക്കോലെന്തി നിന്റെ കൈവച്ചോ വെച്ചോടെ ആവശ്യം വരും കേട്ടോ. ട്രിപ്പിന്റെ സുനി എന്തി ട്രിപ്പിന്റെ അതല്ല പിടിച്ചിരുന്നോ? ഇവ തന്നെ ഫ്രണ്ടിൽ വന്നോളും വിളിക്കാറും. അപ്പൊ ഗൈസ് ഒന്നുകൂടെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.